സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിത. മലയാള കാൽപ്പനിക കവിതയുടെ ഭാവസ്ഥൂലതയെ തേച്ചുരച്ചു നേർപ്പിച്ച് അതീവ ലോലമായി മലയാളികൾക്ക് സമ്മാനിച്ച കവയിത്രിയാണ് സുഗതകുമാരി. സുഗതകുമാരിയുടെ കവിതകളിലെ സ്ഥായീഭാവം വിഷാദമാണ്. അഹേതുകമായ ഈ വിഷാദം വ്യക്തിഗതമായാലും സാമൂഹികമായാലും കഥാനിഷ്ഠമായാലും ആധുനിക മനുഷ്യൻ്റെ ദുരവസ്ഥകളെ ആസ്പദമാക്കിയുള്ളതായാലും ഒരു ദാർശനികൻ്റെ പരിവേഷത്തോടെയാണ് തൻ്റെ കവിതകളിൽ സുഗതകുമാരി അവതരിപ്പിക്കുക. അതേ ദാർശനികൻ്റെ പരിവേഷത്തോടെ തന്നെ അത് സഹൃദയ മനസ്സിൽ പതിയുകയും ചെയ്യും. കാൽപ്പനികതയുടെയും ആധുനികതയുടെയും സമഞ്ജസ സമ്മേളനം സുഗതകുമാരിയുടെ കവിതകളിൽ കാണാം. മുറിവേറ്റ സ്ത്രീത്വത്തിനു വേണ്ടി അവർ നിരന്തരം പാടിക്കൊണ്ടിരുന്നു. സ്ത്രീയുടെ കണ്ണീർക്കണം പോലെ മനസ്സിനെ ആർദ്രമാക്കുന്ന രചനകളാണവ. ഒറ്റപ്പെട്ടവളും വിഷാദമതിയുമാണെങ്കിലും ആ സ്വരം സ്നേഹാർദ്രമാണ്. എൻ്റെ കവിതയെക്കുറിച്ച് കണ്ണടച്ചിരുന്ന് ആലോചിച്ചപ്പോൾ ഒന്നു മനസ്സിലായി. മുഷിഞ്ഞ കറുപ്പാണ് അവളുടെ നിറം. ആടയാഭരണങ്ങളും അലങ്കാരങ്ങളും ഇല്ലാത്തവൾ. അനന്തമായ വഴിയിലൂടെ അഴിഞ്ഞ മുടിയുമായി ഒറ്റയ്ക്ക് നടക്കുന്നവൾ. മനസ്സിൻ്റെ ഒരു തന്ത്രി ദൂരെയൊരു നക്ഷത്രത്തിൽ തൊടുത്തു മുറുക്കിയിരിക്കുന്നവൾ. അവൾക്ക് അമ്പാടിയിലെ ഒരു പാവപ്പെട്ട ഇടയപ്പെണ്ണിൻ്റെ മുഖമാണുള്ളത്. എൻ്റെ കവിത എന്ന കൃതിയിൽ സ്വന്തം കവിതയെ ഇങ്ങനെയാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത്. പ്രഭാതത്തിൽ കുളിച്ച് ഈറനൊടുത്ത് അമ്പലത്തിൽ പോയി തൊഴുത് നെറ്റിയിൽ ചന്ദനം ചാർത്തി മുടിയിൽ തുളസിക്കതിർ ചൂടി കണ്ണുകളിൽ നിറഞ്ഞ സ്വപ്നങ്ങളും കവിളിൽ പ്രതീക്ഷയുടെ തുടുപ്പുമായി വരുന്ന ഒരു ഗ്രാമീണ സുന്ദരി ഉഷസന്ധ്യയിൽ എന്ന പോലെയാണ് ചിലപ്പോൾ സുഗതകുമാരിയുടെ കവിതകൾ പ്രത്യക്ഷപ്പെടുക. മറ്റു ചിലപ്പോൾ അരുമയായ മക്കൾ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടതറിഞ്ഞ് മാറത്തടിച്ച് വിലപിക്കുന്ന അമ്മയാകുന്നു. പിന്നീട് പാതിരാവിൻ്റെ കൂരിരുട്ടിൽ ആത്മാവിൻ്റെ വീണ മീട്ടി ആരാധ്യദേവനെ വിളിച്ചു കേഴുന്ന ഏകാകിനിയായി മാറുന്നു. കുസൃതിക്കുടുക്കിയായ ബാലികയായും കളിക്കൂട്ടുകാരിയായും അവർ മാറുന്നു. ആരും കാണാതെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആദ്യ പ്രണയത്തിൻ്റെ തീക്കനലിൽ ആത്മാവ് ചുട്ടുനീറുമ്പോൾ ചാരം പോലെ വിളറിയ ഒരു പുഞ്ചിരി ചുണ്ടിൽ പൂശി കുലീന കുടുംബിനിയായി അവർ മാറുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ ആ കുലീനതയുടെ മൂടുപടം വലിച്ചെറിഞ്ഞ് മാണിക്യം നഷ്ടപ്പെട്ട സർപ്പത്തെപ്പോലെ ചീറ്റി ക്രൂധയായി സ്വയം കൊത്തി തലതല്ലി വാലിട്ടടിച്ച് പിടഞ്ഞ് പുളഞ്ഞ് തളർന്ന് ചുരുണ്ട് കിടക്കുന്ന സർപ്പത്തെപ്പോലെ അവരെ കാണാം. എങ്കിലും കണ്ണനെ നിഗൂഢമായി പ്രണയിക്കുന്ന ഗോപികയാകാനാണ് അവർക്കേറെ ഇഷ്ടം. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിത ഒരു ഇടയ പെൺകിടാവിൻ്റെ ആത്മനിവേദനമാണ്. ഏകയായ അവൾ അമ്പാടിയിലെ ഒരു കോണിൽ താമസിക്കുന്ന വെറും ഒരു പാവമാണ്. ആ ഗോപികയെ കൃഷ്ണൻ അറിയില്ലത്രേ. ശബളമായ പാവാട ഞൊറികളിളക്കി കാൽത്തള കിലുക്കി കണ്ണുകളിൽ അനുരാഗാഞ്ജനം എഴുതി അരയിൽ കുടമൊതുക്കി പിടിച്ച് ജലമെടുക്കാനെന്ന മട്ടിൽ അവൾ ഒരു നാളും കണ്ണൻ്റെ തിരുമുമ്പിൽ എത്തിയിട്ടില്ല. ചപല കാളന്തിയുടെ കുളിരലകളിൽ പാതി മുഴുകി നാണിച്ചു നിന്ന് വിറപൂണ്ട കൈനീട്ടി അവൾ ഉടയാട വാങ്ങിയിട്ടില്ല. കാട്ടുചെമ്പകത്തിൻ്റെ ചോട്ടിൽ നിന്ന് കണ്ണൻ ഓടക്കുഴലൂതുമ്പോൾ അണികൾ മുഴുമിക്കാതെ അടുപ്പിൽ പാൽ തിളച്ചു തൂകുന്നതറിയാതെ മുടി അഴിയുന്നതും ഉടുവസ്ത്രം ഉറയ്ക്കാത്തതും അറിയാതെ കരയുന്ന കുഞ്ഞിനെയും പുരികം ചുളിക്കുന്ന കണവനെയും അറിയാതെ എല്ലാം മറന്നവൾ കണ്ണൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയിട്ടില്ല. ഗോപികമാരുടെ ചിലമ്പൊച്ച അകലുന്നത് കേട്ട് അവൾ സ്വന്തം കൂരയിലൊതുങ്ങി. അവിടെ 100,000 പണികളിൽ ജന്മം തളച്ചിട്ടു. നീലചന്ദ്രനായി തിളങ്ങി നിൽക്കുന്ന കണ്ണൻ്റെ ചുറ്റും ഗോപികമാർ മതിമറന്നാടുമ്പോൾ അവൾ ഒരു നാളും അവിടെ എത്തിയിട്ടില്ല. ആടിത്തളർന്ന് മെയ്യാകെ തൂവേർപ്പ് പൊടിയുമ്പോൾ പൂമരം ചാരി നിന്ന് ഇളകുന്ന മാറിൽ കിതപ്പോടെ കണ്ണൻ്റെ മുഖം കൊതിയോടെ നോക്കിയിട്ടില്ല. അവളുടെ പ്രണയ നൊമ്പരങ്ങൾ സമർത്ഥയായ തോഴി ചെന്ന് കൃഷ്ണനോട് പറഞ്ഞിട്ടുമില്ല. കാട്ടിലെ വള്ളിപ്പടർപ്പിൽ വെൺമലരികൾ മതിച്ചു വിടരുമ്പോൾ കണ്ണൻ്റെ കാലൊച്ചയ്ക്ക് കാതോർത്ത് ഭയം പൂണ്ടവൾ നിന്നിട്ടില്ല. വനപുഷ്പങ്ങളുടെ ധവള ലഹരിയൊഴുകുന്ന കുളിർനിലാവിൽ ആ വിരിമാറിൽ തലചായ്ച്ച് നിന്നിട്ടുമില്ല. പോരൂ വസന്തമായി എന്ന് കണ്ണൻ്റെ പുല്ലാങ്കുഴൽ നാദം അറിയിച്ചെങ്കിലും അവൾ പോയില്ല.
പാഴ്ക്കുടിലിനുള്ളിൽ വാതിലടച്ചിരുന്ന് ആനന്ദ ബാഷ്പം പൊഴിക്കാനേ അവൾക്കായുള്ളൂ. ആരോരും അറിയാതെ അവൾ കണ്ണനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച് ആത്മാവ് കൂടി അർപ്പിച്ചു. അങ്ങനെയുള്ള അവളെ കണ്ണൻ അറിയാനിടയില്ല. ഗോകുലം വിട്ട് കണ്ണൻ മധുരയ്ക്ക് പോകാനൊരുങ്ങുകയാണ്. കൂട്ടിക്കൊണ്ടുപോകാൻ അക്രൂരൻ എത്തിയിരിക്കുന്നു. ഗോകുലം മുഴുവൻ തേങ്ങുകയാണ്. ഒരു ശിലാബിംബം പോലെ അവൾ മാത്രം കരയാതെ അനങ്ങാതെ മാറിയിരുന്നു. എങ്കിലും കണ്ണൻ്റെ രഥം അവളുടെ കുടിലിനു മുമ്പിൽ വന്നു നിന്നു. കണ്ണീരണിഞ്ഞ ആ മിഴികൾ അവളെ തലോടി. കരുണ നിറഞ്ഞ ദിവ്യമായൊരു പുഞ്ചിരി അദ്ദേഹം അവൾക്കു നൽകി. ഒരാരാധികയ്ക്ക് ഇതിലധികം എന്തു വേണം? അവളുടെ അന്തരംഗം ഇങ്ങനെ ചോദിച്ചു. കൃഷ്ണ, നീ അറിയുമോ എന്നെ? നിഷ്കാമപ്രേമത്തിൻ്റെ ഉദാത്ത ഭാവം പ്രകാശിപ്പിക്കുന്ന ഈ കവിത ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേകാന്ത നക്ഷത്രമാണ്.